ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാനില ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഒരു സ്പെഷ്യൽ പുഡിംഗ് ആണ്, ചീസ് പുഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അത് ഒരു ചൈന ഗ്രാസോ ജെലാറ്റിനോ അഗറോ കോൺഫ്ലോറോ ഇല്ലാതെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ ഈ ഡെലീഷ്യസ് പുഡിംഗ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു പാനിലേക്ക് 600 ml അളവിൽ പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഫ്രഷ് മിൽക്ക് ആണെന്നുണ്ടെങ്കിലും അല്ലാതെ നമ്മൾ പാക്കായിട്ട് വാങ്ങുന്ന ലോങ് ലൈഫ് മിൽക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഞാനിവിടെ ക്രീം ചീസായിട്ട് ഇതുപോലെ വരുന്ന 6 ക്യൂബ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ക്യൂബ്സ് ആയിട്ടല്ല നിങ്ങളുടെ കയ്യിൽ എങ്കിൽ നിങ്ങൾ ഒരു 6-7 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീസിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ചീസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ ചീസ് ഒന്ന് മെൽട്ടായി വരുന്നത് വരെ, ക്രീം ചീസ് ഒന്ന് മെൽട്ടായി വരുന്നത് വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മധുരം എന്ന് പറയുന്നത് പാകമായിട്ടുള്ള മധുരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി കൂട്ടിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇനി 1/4 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വറുത്ത റവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ട്. അതായത് ഒരു 6 ടേബിൾ സ്പൂൺ അളവിലാണ് നമുക്ക് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം വലിയ തരികളുള്ള റവയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്കത് പൊടിച്ചിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. പിന്നെ എല്ലാ പ്രോസസ്സും നമ്മൾ വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ പുഡിങ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പുഡിങ് കഴിക്കാനായിട്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ പുഡിങ് 2 ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. ഒന്ന് വാനില ഫ്ലേവറിലും ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറിലും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 2 ഫ്ലേവറായിട്ടല്ല ചേർക്കേണ്ടത് എങ്കിൽ നിങ്ങൾ ഒരൊറ്റ ഫ്ലേവറിൽ ചെയ്താൽ മതി. ഒന്നുകിൽ വാനില ഫ്ലേവർ ചെയ്യുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ റവയെല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ബാച്ചാക്കി മാറ്റണം. അതായത് നമ്മൾ ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ചേർക്കണം, അതായത് കൊക്കോ പൗഡർ ചേർക്കണം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കൊക്കോ പൗഡറാണ്. ഡാർക്ക് അല്ലാത്തതുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കൊക്കോ പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറി മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡയറി മിൽക്കിൻ്റെ ഒരു ബാർ ഇതിലേക്ക് ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവർ ഇതിലേക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. കട്ടകളില്ലാത്ത രീതിയിൽ നമ്മുടെ കൊക്കോ പൗഡർ മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ചുറ്റിലും നമുക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം സെറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. സ്റ്റീൽ ബൗളോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇതൊന്ന് സെറ്റായിട്ട് കിട്ടും. ഇത് സെറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ ആദ്യം ചെയ്തു വെച്ച വാനിലേൻ്റെ ഫ്ലേവറുള്ള ആ ചീസിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സായിട്ട് പോകും. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളത് ചൂടൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും ഇങ്ങനെ ഇടയ്ക്ക് മിക്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് സെറ്റായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. പിന്നെ ഇതിലേക്ക് 2-3 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വാനിലിൻ്റെ ഫ്ലേവറുള്ള ചീസിൻ്റെ മിക്സ് കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട്
നല്ലതുപോലെ തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത്. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചിലവർ കമൻറ്റ് ചെയ്യാറുണ്ട് ഫ്രിഡ്ജ് ഇല്ലാതെ പുഡിങ് ചെയ്യുമോ എന്ന്. ഈ പുഡിങ് നിങ്ങൾക്ക് മുഴുവനായിട്ട് ചൂട് മാറിയതിന് ശേഷം 1 മണിക്കൂറെങ്കിലും ഒന്നും കൂടി പുറത്ത് വെച്ചിട്ട് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോഴും നല്ല സെറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഫ്രിഡ്ജ് ഇല്ലാത്തവർ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ സൂപ്പറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റാണ് ഇത് സെറ്റ് ചെയ്യാൻ വെച്ചത്. മിനിമം 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഞാൻ ഈ പ്ലേറ്റിൽ നിന്ന് നമ്മുടെ പുഡിങ് ട്രേയിൽ നിന്ന് ഇത് ഒന്ന് ഡീമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ നമുക്ക് ഇതിന് ഡെക്കറേഷനായിട്ട് ഞാനിവിടെ പിസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണ്. എന്നാൽ ശരി, അടുത്ത ഒരു കിഡിൽ റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.